ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് ബാബു, എങ്ങനെയാണ് ഈ ഒരു വിധി? 15 പ്രതികൾക്കും തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ്. ചരിത്ര വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായും ഈ ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഭീകര സംഘടനാ പ്രവർത്തകർ, പോപ്പുലർ ഫ്രണ്ട് എന്ന രാജ്യദ്രോഹ സംഘടനയുടെ പ്രവർത്തകർ, അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് കോടതി കൊടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാര്യയുടെ, പിഞ്ചു കുട്ടികളുടെ, വയോവൃദ്ധയായിട്ടുള്ള മാതാവിന്റെ, ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കൊലപാതകം. ആ കൊലപാതകത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. വളരെ ആസൂത്രിതമായി പരിശീലനം ലഭിച്ചിട്ടുള്ള ഭീകര സംഘടനകളിലെ പ്രവർത്തകർ ഒരു വീടിൽ കടന്നുകയറി, വീട്ടിത് ഇടവയിൽ വെച്ചോ അല്ലെങ്കിൽ ഏതോ ടൗണിൽ വെച്ചിട്ടോ ഉണ്ടായ സംഘർഷത്തിന്റെ മറവിൽ ഒന്നുമല്ല, വീട്ടമ്മയുടെ മുന്നിൽ വെച്ച് വീട്ടിന്റെ അകത്ത് കടന്നു കയറി ഉടുതുണി അയച്ച് അമ്മയുടെയും ഭാര്യയുടെയും പിഞ്ചു മക്കളുടെയും മുന്നിൽ നടത്തിയിട്ടുള്ള കൊലപാതകമാണ്. മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ടുള്ള, അതിന് വിധേയരായിട്ടുള്ള ഒരുപറ്റം ഭീകര സംഘടനയിലെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഈ കൊലപാതകം ഇത് സമൂഹത്തിനൊരു പാഠമാണ്. അത്തരം ഭീകരവാദികളെ പിന്തുണക്കുന്നവർ, ഇന്നും അത്തരം ഭീകര സംഘടനകൾക്ക് വേണ്ടി മറഞ്ഞിരുന്നും അല്ലെങ്കിൽ ഒളിമറയത്ത് പ്രവർത്തിക്കുന്നവർ, ഇവർക്കെല്ലാമുള്ള ഒരു താക്കീതാണ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇത് ജനാധിപത്യ കേരളത്തിന്റെ പ്രതീക്ഷയാണ്. ഇതൊരു ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ്. ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തകർക്ക്, ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നവർക്കൊക്കെ തന്നെയുള്ള ഒരു താക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത്. അങ്ങേയറ്റം അഭിനന്ദാർഹമാണ് ഈ ഒരു ശിക്ഷ. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഏജൻസികൾക്കും നമ്മൾ ഇക്കാര്യത്തിൽ അവരുടെ ആത്മാർത്ഥത പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതിന് അഭിനന്ദനം അർഹിക്കുന്നതാണ്. ശരി, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്